കോഴിക്കോട് ഓമശ്ശേരി വെള്ളാർച്ചാലിൽ ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. സമീപത്ത് പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള തീപ്പൊരി മുകളിൽ കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് പടർന്നാണ് അപകടമുണ്ടായത്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്, എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നാണ് അറിയുന്നത്? അക്ഷയൻ സന്ധ്യ, തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതായത് ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഫയർഫോഴ്സ് പറഞ്ഞത് പ്രകാരം ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്ലീനിങ് പരിപാടി, അതായത് വൃത്തിയാക്കൽ പരിപാടികളിലേക്കൊക്കെ ഇവിടുത്തെ ജീവനക്കാർ കടന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ അനാവശ്യമായിട്ട് കൂട്ടിയിട്ട വസ്തുക്കളൊക്കെ ഇവർ ഒരു ഭാഗത്ത് കത്തിക്കുന്നുണ്ടായിരുന്നു. ഇത് കത്തിക്കുന്നതിനിടയിൽ ഇതിൽ നിന്ന് തീപ്പൊരി മുകളിൽ കെട്ടിയ ഷീറ്റിലേക്ക് പടരുന്നു. ആ തീപ്പൊരി പിന്നീട് അത് ഒരു വലിയ തീഗോളമായി ഫർണിച്ചർ ശാലക്കുള്ളിലേക്കും വരുന്നൊരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് അത് തീ പിടിക്കുന്നത്. അവിടെ അതായത് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് മേശകൾ, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ കസേരകളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് തീ പടർന്ന ഉടനെ തന്നെ മുക്കം അഗ്നിരക്ഷാ സേന അവിടെ എത്തി ഒരു 3/4 മണിക്കൂർ കൊണ്ട് തീയെല്ലാം അണക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണത്തിലിരുന്ന ഫർണിച്ചറൊക്കെ കത്തി നശിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്.